അല്ല ഇപ്പോഴാണ് ടെൻഷൻ, വീഡിയോ എടുക്കാൻ ടെൻഷൻ, കല്യാണം കഴിക്കാൻ വിഷയമില്ല. എന്താ പറയേണ്ടത്? എന്താ നിങ്ങളായിട്ടുള്ള റിലേഷൻ തുടക്കം തൊട്ട് ഈ നിമിഷം ഇവൻ ഈ പോസ്റ്റ് കണ്ടത് ഞാൻ പറഞ്ഞുതരാം, അത് നല്ല കഥ. അപ്പോൾ രേഷ്മേനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് കാണുന്നത്. അപ്പം കാണാൻ നല്ല സുന്ദരിയാണെന്ന് തോന്നിയിട്ടാണ് സംസാരിച്ച് തുടങ്ങിയപ്പം സൗന്ദര്യം പോലെ തന്നെയാണ് മനസ്സും, കാഴ്ചയുള്ള പോലെ തന്നെയാണ് മനസ്സും. അതും വളരെ നല്ലൊരാൾ, അങ്ങനെ അധികം കളങ്കൊന്നുമില്ല, വളരെ സൗമ്യമായിട്ട് സംസാരിക്കാൻ അറിയാം. ഇടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ വലിയ അടികളൊന്നും ആവശ്യം ഉണ്ടാവാറില്ല, ചെറിയ രീതിയിൽ തന്നെ അത് സോൾവ് ചെയ്യാൻ കഴിയാറുണ്ട്. ഒരു ദിവസം ഞങ്ങൾ എന്തോ ഒരു കാരണം പറഞ്ഞിട്ട് അടി ഉണ്ടാക്കിയിരിക്കുക. അപ്പം എല്ലാ ആണുങ്ങളെയും പോലെ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. ഉച്ച സമയമാണ്. അപ്പം ഞാൻ ഉറങ്ങി എണീക്കുന്ന സമയത്ത് ഒരുപാട് മിസ്ഡ് കോൾസും ഒരുപാട് മെസ്സേജസും ഒക്കെ. ഞാനത് അറിഞ്ഞില്ല, ഞാൻ നല്ല ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് അടുത്ത കോൾ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കണ്ടിന്യൂ ചെയ്യണമല്ലോ വിചാരിച്ച് കോൾ എടുത്തായിരുന്നു. അപ്പോൾ വളരെ സന്തോഷത്തോടെ ഒരാളിനോട് പറയുക, ഞാൻ അച്ചാച്ചനോട് പറഞ്ഞു എല്ലാ കാര്യവും, അച്ചാച്ചൻ സമ്മതിച്ചു. അപ്പോൾ അങ്ങനെയായിരുന്നു. എന്നിട്ട് അപ്പം തന്നെ അവൾ അച്ചാച്ചൻ്റെ ഫോൺ കൊടുത്തു. ഒരു ഐഡിയ ഇല്ലായിരുന്നു ഇതൊക്കെ സംഭവിക്കുമെന്ന്. നമുക്ക് പ്രിപ്പയർഡായിട്ട് സംസാരിക്കാനുള്ള ഒരു സമയം തരണ്ടേ, അതൊന്നുമില്ല. നേരെ അവൾ ഫോൺ അങ്ങ് കൊടുത്തു. മൂന്ന് വർഷം കഴിഞ്ഞിട്ട് 3 വർഷം ഇപ്പോൾ തീരാറാകുമ്പോഴാണ് ഞങ്ങളിപ്പം കല്യാണത്തിലേക്ക് വരുന്നത്. നമ്മൾ തുടക്കം തൊട്ട് ഇവിടെ വരെ ഈ ജേർണിയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ പല ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അവർക്കൊക്കെ ആണെങ്കിലും അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങളിപ്പം ഇവിടെ വരെ എത്തി നിൽക്കുന്നത് കാണാനൊക്കെ. അപ്പം അർജുനാണെങ്കിലും ഇന്ന് കല്യാണ ലുക്കിൽ കണ്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാം ആഗ്രഹിച്ച പോലെ തന്നെ അതുപോലെ തന്നെ ഈ ദിവസം വന്നു ചേർന്നു. അതിന് ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യം ഇതറിഞ്ഞപ്പം ശരിക്കും കുറച്ച് ഡൗട്ട്ഫുൾ ആയിരുന്നു, ഇതെങ്ങനെയായിരിക്കും ഇറ്റ്സ് ഗോണ ബി ഫിക്സ്ഡ് ടു എ മാരേജ്. ബട്ട് എന്നാലും നല്ല രീതിയിലേക്ക് ഇത് വന്നു. എല്ലാവരും ഹാപ്പിയാണ്, രണ്ട് ഫാമിലിയും ഹാപ്പിയോടെ എടുത്ത ഡിസിഷൻ ഒരു മാരേജിലേക്ക് വന്നു. ഒത്തിരി സന്തോഷമുണ്ട് എന്നിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ. ബിക്കോസ് ഐ വാസ് ഫോർച്ചുനേറ്റ് ഇനഫ് ടു സീ അവർ രണ്ടുപേരും ഒന്നിച്ച് ഇവിടം വരെ എത്തുന്നത്. റൈറ്റ് നൗ ഫ്രം ദ വെരി ബോട്ടം ഓഫ് മൈ ഹാർട്ട് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ദീസ് ടു പീപ്പിൾ ആർ റിയലി മെയ്ഡ് ഫോർ ഈച്ച് അതർ. രേഷ്മയ്ക്കും അർജുനും എല്ലാവിധ സന്തോഷവും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. May their lives be filled with happiness that's not going to end. We wish Reshma and Arjun a very very happy marriage life. ഇനി എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അതെ, എനിക്കറിയാം അവൾ നല്ലൊരു ഭാര്യയായിരിക്കും, നല്ലൊരു അമ്മയായിരിക്കും, എനിക്ക് വളരെ നല്ലൊരു പാർട്ട്ണറായിരിക്കും.